നമ്മൾ കാറ്റക്കോംസിൽ പോയി കുറേ അസ്ഥികൂടങ്ങളൊക്കെ കണ്ടിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ട്രീറ്റ് വന്ന് ഒരു രക്ഷയില്ല, ഭയങ്കര കിടിലൻ സ്ട്രീറ്റാണ്. കുറേ ചീസും ഫ്രൂട്ട്സും വൈനും Les deux, c'est Madagascar. Caméra de tout à l'heure. Ah oui, là, il est content, là. അവിടെ ഈ പാടുന്ന ആൾക്കാരുടെ തന്നെ CD ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് 10 രൂപയ്ക്ക്. ഒരു രക്ഷയില്ലല്ലേ? എല്ലാ ടൈപ്പ് ഫുഡുകളും ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഫുഡ് ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാക്കാമെന്ന് വിചാരിച്ച് എന്തായാലും നമുക്ക് കയറി കഴിച്ചോ. അപ്പോൾ നമ്മളങ്ങനെ കുറേ ഫുഡ് ഓർഡർ ചെയ്ത് 22 രൂപയ്ക്ക് അത്യാവശ്യം നിറച്ച് ഫുഡ് കിട്ടിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ ഉച്ചയായി. ഇവിടെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ചിക്കൻ്റെ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ നൂഡിൽസ്, പിന്നെ ചിക്കൻ കമ്പിൽ കുത്തിവെച്ചത്, റൈസ്, മീറ്റ് ബോൾസ്. ഇത് നമുക്ക് കോലി കുറച്ച് ചിക്കൻ കഴിച്ചു നോക്കാം. നൈസ്. ഓ സൂപ്പർ സാധനം. നൂഡിൽസ് കഴിച്ചു. പക്ക ഏഷ്യൻ ഫുഡാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗ്രേവി കുറച്ച് നല്ല മധുരമുണ്ട്. മീറ്റ് ബോൾസ് ഒരു രക്ഷയില്ല. യാതെങ്ങനെ ഉണ്ടാക്കുന്നത്? പിന്നെ ഇപ്പം എന്തായാലും കഴിച്ചിട്ട് വരാം. ഓക്കെ ബൈ. നമുക്ക് പോരാത്തതിന് ഇവിടെ വെള്ളം ഫ്രീ ആയിട്ടും തരുന്നുണ്ട്. ഇതിന് ഭയങ്കര വർത്താണ് 22 രൂപയ്ക്ക്. അല്ലെങ്കിൽ വെള്ളത്തിന് തന്നെ കൊടുക്കണം 5 യൂറോ. ഇതാണ് നമ്മൾ കഴിച്ച കട. ഒരു രക്ഷയില്ല. തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ ഇനിയും വരും. നമ്മളിവിടെ നിന്നൊരു പേസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. തുറന്ന് കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല? അല്ലാത്ത ബൈറ്റിൽ നമുക്കൊരു ഒന്നും തോന്നില്ല. അയ്യോ ഇതാണോ തോന്നുന്നത്. പക്ഷെ എവിടെ ഇതാ ഞാൻ പറയട്ടോ, മൂസ് ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് സൂപ്പർ സാധനം. റൂ ഡഗേർ എന്നാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര്. നിറച്ച് പേസ്ട്രി ഷോപ്പും റെസ്റ്റോറൻറ്റ്സും ആണ്. ഒരു രക്ഷയില്ല. അടിപൊളി സ്ട്രീറ്റ്. ആക്സിഡൻ്റലി വന്ന് പെട്ടതാണ് ഈ സ്ട്രീറ്റിൽ. പക്ഷേ ഒരു രക്ഷയില്ല. അടിപൊളി സ്ട്രീറ്റ്. ഒരു രക്ഷയില്ല. മധുരം ഇഷ്ടപ്പെടുന്നവർക്കും പേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കും ഹെവനാണ്. ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് എൻ്റെ സങ്കടം കുറച്ച് ദിവസമേ ഉള്ളൂ ഇവിടെ. അതിലെന്തോരം കണ്ടു തീർക്കുമെന്ന് അറിഞ്ഞൂടാ.
എന്തായാലും തിന്ന് കേൾക്കുമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ മെയിനായിട്ട് സ്ഥലം കാണാനൊന്നുമല്ല വന്നത്, ഫുഡ് അടിക്കുക. അതെ, കാരണം പല ഫുഡ് അടിക്കുക, അതാണ് നമ്മുടെ നമുക്ക് ലക്ഷ്യം. അവിടെ അവൈലബിൾ അല്ല പല കൺട്രീത്തെ ഒന്നും. നമ്മൾ ഇതുവരെ കണ്ട സ്ഥലങ്ങളൊക്കെ ചെറിയൊരു സിറ്റി മാത്രമായിരുന്നു. അങ്ങനെ ഇത് കൺട്രി മുഴുവൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. എവിടെ നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്സ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. നല്ല വെയിറ്റ് ഉണ്ട് ഈ ബാഗിന്, ഇതുകൊണ്ട് വെച്ചിട്ട് വേണം ഇനി പുറത്തേക്ക് ഇറങ്ങി. മെട്രോ നമ്പർ 6 ലൈനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ഷോൺസ് എലീസയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ആർക്ക് ഓഫ് ട്രയംഫ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. എന്താ പറയുക, നേരെ വീടിൻ്റെ അടുത്താണ്. അപ്പം വീട്ടിൽ പോയി ഒന്ന് സെറ്റായിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇത് എഴുതി കാണിക്കുക. അപ്പോൾ നാളെ രാത്രി ആകുമ്പോൾ ഇവിടെ എഴുതി കാണിക്കും എന്തൊക്കെയാണ് എവിടേക്കാണെന്നൊക്കെ ഉള്ളത്. നോക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണ്. ഷോൺസ് എലീസയുടെ ഒരു 800 മീറ്റർ അടുത്താണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇപ്പോഴാണ് നെറ്റ് കിട്ടിയത്. ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് പോലെയാണ്, കുറേ സ്ട്രീറ്റ് ഉണ്ട്. ഇവിടെ കുറേ ഹോട്ടൽസൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഇനിയിപ്പോൾ കണ്ടുപിടിക്കണം. എന്താ പറയുക, കുറേ തപ്പിയിട്ടാണ് ഇതിനടുത്ത് അപ്പാർട്ട്മെൻറ്റ് നമ്മുടെ റേറ്റിന് പറ്റി കിട്ടിയത്. നല്ല റേറ്റ് ഉണ്ട് ഏകദേശം. അപ്പം ഏതെങ്കിലും ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറേ മുന്നേ തന്നെ ബുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പെട്ടെന്നൊന്നും അഫോർഡബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ ദൂരെ ആയിരിക്കും കിട്ടുക. അങ്ങനെ മതിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു എന്താ പറയുക, ഒരു ദിവസത്തേക്കൊരു 400 യൂറോ 500 യൂറോ ഒക്കെ വരുന്ന അപ്പാർട്ട്മെൻറ്റ് കിട്ടും പൈസ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നേരത്തെ തന്നെ നോക്കണം. ഒരു 4-5 മാസമൊക്കെ മുന്നേ തന്നെ, പ്രത്യേകിച്ച് ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു സമയത്തേക്ക് തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും. അതെ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആണെന്ന് തോന്നുന്നത്, അറിയില്ല. എന്തായാലും ഇവിടെ നല്ല സെലിബ്രേഷൻ മൂഡിലാണ് എല്ലാവരും. ഈ ഫ്രണ്ടിൽ തന്നെ, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ തന്നെ എല്ലാ സെലിബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല സെക്യൂരിറ്റികളാണ് മൊത്തം ഉണ്ട്. നമുക്ക് എന്തായാലും നമ്മൾ അപ്പാർട്ട്മെൻറ്റ് തപ്പി പോവാം. 800 മീറ്ററിനാണ് കാണിക്കുന്നത്. ഇല്ല, ഇനി 500 മീറ്ററും കൂടെ ഉള്ളൂ. ഓക്കെ. ഓ, അടിപൊളി സ്ട്രീറ്റാണ് ഇത്, രക്ഷയില്ല. കുറേ ആർട്ട് ഗാലറികളുണ്ട്, വെറൈറ്റി സാധനങ്ങളുള്ള സീൻ. ഒരു രക്ഷയില്ല. ഇതിവിടെ രാജ്യത്തെ എല്ലാ സ്ട്രീറ്റും നല്ല അടിപൊളി രസമുണ്ട് കാണാൻ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എവിടെയാണ്? ഇവിടെ മിക്ക സ്ഥലത്തും ഇന്ത്യൻസാണ് ജോലി ചെയ്യുന്നത്. എവിടെ ചെന്നാലും ഇന്ത്യൻസാണ്. ഇന്നലെ ഫ്രാങ്ക്ഫർട്ടിൽ ചെന്നപ്പോഴും ഇന്ത്യൻസ് തന്നെയായിരുന്നു. നൈസ്. ഏകദേശം നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എത്താറായിട്ടുണ്ട്. ഒരു രസമില്ല, എല്ലാ ബിൽഡിങ്സും ഭയങ്കര രസമാണ് കാണാൻ. എന്താണോ ഇപ്പോൾ ഇതുപോലത്തെ ബിൽഡിങ്സ് ഒന്നും ആരും പണിയാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രീറ്റ്. എന്തായാലും അപ്പാർട്ട്മെൻറ്റ് തപ്പി പിടിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ നിൽക്കാൻ പോകുന്ന ബിൽഡിങ്. ഇനിയിപ്പോൾ പുള്ളിയെ മെസ്സേജ് അയച്ചാൽ പുള്ളി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ബാക്കി അപ്പാർട്ട്മെൻറ്റൊക്കെ അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.